ആത്മകഥാ വിവാദം കത്തുനിൽക്കെ ഇ.പി. ജയരാജൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നാളെ പാലക്കാട് എത്തും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി സരിന് വേണ്ടി പ്രചാരണം നടത്തും. ആത്മകഥയിലെ സരിന് എതിരായ പരാമർശത്തിന് പിന്നാലെയാണ് CPMന്റെ ഈ നീക്കം. വൈകിട്ട് 5 മണിക്ക് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പൊതുയോഗത്തിൽ ഇ.പി. സംസാരിക്കും. CPM നിർദ്ദേശപ്രകാരമാണ് ഇ.പി. എത്തുന്നത്. ആത്മകഥ തന്റേതല്ല എന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ.പി. ജയരാജൻ പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPMന്റെ നിർണായകമായ നീക്കം. അതേസമയം ആത്മകഥാ വിവാദത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ DGPക്ക് പരാതിയും നൽകിയിരുന്നു. ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചാരണം നടത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ആത്മകഥ ഇതേവരെ എഴുതി കഴിയുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നും ഇ.പി. നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന ആത്മകഥാ വിവാദം CPMനെയും സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ല എന്നാണ് പുറത്തുവന്ന ആത്മകഥയുടെ ഭാഗങ്ങളിലെ ഏറ്റവും വലിയ വിമർശനം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് അടുത്ത വിമർശനം. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി സരിൻ വയ്യാവേലിയാകുമെന്നും പരാമർശമുണ്ട്. പുറത്തുവന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റേതല്ല എന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ.പി. വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ പ്രസിദ്ധീകരണം മാറ്റിയെന്ന് അറിയിച്ച DC ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചിട്ടുമില്ല. അതായത് പോളിംഗ് ദിനം തന്നെ മുട്ടൻ പണിയായി മാറിയിരിക്കുകയാണ് കട്ടൻ ചായയും പരിപ്പടയുമെന്ന ഇ.പി.യുടെ ആത്മകഥാ വിവാദം. ഇന്നലെ രാത്രി തന്നെ DC ബുക്സ് അവരുടെ പേജിൽ ഇ.പി.യുടെ ആത്മകഥ വരുന്ന കാര്യം പരസ്യപ്പെടുത്തിയിരുന്നു. കട്ടൻ ചായയും പരിപ്പടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ മുഖചിത്രം വരെ നൽകുകയും ചെയ്തിരുന്നു. ഇ.പി.യെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു അറിയിപ്പ്. രാവിലെ പുസ്തകത്തിലെ വിശദാംശങ്ങൾ ബോംബായാണ് പുറത്തേക്ക് വന്നത്. സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഇ.പി.യുടെ തുറന്നടിക്കൽ വൻ ചർച്ചയാവുകയും ചെയ്തു. പുറത്തുവന്ന ആത്മകഥയിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രയാസമുണ്ട്. പദവി നഷ്ടപ്പെട്ടതിലല്ല, പാർട്ടി തന്നെ മനസ്സിലാക്കാത്തതിലാണ് പ്രയാസമെന്നും നിലപാട് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചുവെന്നുമാണ് അതിൽ ആദ്യത്തേത്. ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ ദുർബലമാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന അടുത്ത വിമർശനം. തിരുത്തൽ വരുമെന്ന് പറഞ്ഞാൽ പോരാ, അടിമുതൽ മുടി വരെ വേണം. സരിൻ നാളെ വയ്യാവേലിയാകുമെന്നാണ് അടുത്ത വിവാദ പരാമർശം. തലേന്ന് വരെ UDF സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചയാൾ കിട്ടാതെയായപ്പോൾ മറുകണ്ഠം ചാടിയെന്നും പല ഘട്ടത്തിലും സ്വതന്ത്രർ ഗുണം ചെയ്തിട്ടുണ്ടെന്നും അതിൽ പറയുന്നുണ്ട്. പക്ഷേ വയ്യാവേലിയായി സന്ദർഭങ്ങളുമുണ്ട്. അൻവർ ഉദാഹരണമാണെന്നും ആത്മകഥയിൽ പറയുന്നുണ്ട്. കഥാഭാഗം കത്തിപ്പടർന്നതിന് പിന്നാലെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഇ.പി. ജയരാജൻ രംഗത്തെത്തുകയും ചെയ്തു. നിയമ നടപടി എടുക്കുമെന്നും ഇ.പി. ജയരാജൻ പ്രതികരിച്ചു. ആത്മകഥാകാരൻ തന്നെ പ്രസാധകരെ തള്ളിയതോടെ വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയായിരുന്നു. പിന്നാലെ DC ബുക്സിന്റെ വിശദീകരണവും എത്തി. സാങ്കേതിക കാരണങ്ങളാൽ പ്രകാശനം മാറ്റിവെച്ചെന്നും ഉള്ളടക്കം പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുമെന്നും പറഞ്ഞു. ഇ.പി. പൂർണ്ണമായും തള്ളുമ്പോഴും മാധ്യമങ്ങളിൽ വന്ന ആത്മകഥാഭാഗം DC ബുക്സ് നിഷേധിക്കുന്നുമില്ല. ടൈറ്റിലടക്കം DC ബുക്സ് ഉറച്ചു നിൽക്കുന്നതും ഇ.പി.യെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ സരിനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സരിനോട് അഭിപ്രായം ആരായുമ്പോൾ ഇ.പി. ജയരാജൻ യാതൊരു കാരണവശാലും അങ്ങനെ പ്രതികരിക്കുകയില്ല എന്നതായിരുന്നു സരിന്റെ വാദം. എന്നാൽ അതേസമയം തന്നെ വാർത്തകളെല്ലാം ഇ.പി. ജയരാജൻ നിഷേധിക്കുന്ന സാഹചര്യത്തിൽ അവിടെ പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം ആരാണ് ഇതിനെല്ലാം പിന്നിലെന്നുള്ളതാണ്. DC ബുക്സിന്റെ മൗനവും വലിയ തരത്തിലുള്ള ആശങ്കയിലേക്കും ദുരൂഹതയിലേക്കും വഴിതെളിക്കുന്നുണ്ട്. മാത്രമല്ല അതിന് പുറകെ, അതായത് DC ബുക്സിന് പുറകെ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേട്ടം മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ അതും പുറത്തു വരണമെന്നും CPM പറയുന്നുണ്ട്. അതായത് ഈ DC ബുക്സും കോൺഗ്രസും തമ്മിലാണോ ഡീൽ, അഥവാ DC ബുക്സും BJPയും തമ്മിലാണോ ഡീൽ എന്ന കാര്യവും കൃത്യമായി തന്നെ പുറത്തു വരണമെന്നും അന്വേഷണത്തിനായി DGPക്ക് പരാതി നൽകിയതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇ.പി.യെ സംബന്ധിച്ച് പലപ്പോഴും വിവാദങ്ങൾ തുടർക്കഥ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇ.പി.യെ സംബന്ധിച്ച് ഇ.പി. ജാവദേക്കർ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സാരമായി തന്നെ ബാധിച്ചുവെന്നും CPMനെ കനത്ത പ്രതിരോധത്തിലാക്കിയെന്നും വിലയിരുത്തലുകൾ വന്നിരുന്നു. തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു ഇ.പിക്കെതിരെയുള്ള നടപടി സ്വീകരിച്ചതുമെല്ലാം തന്നെ. പക്ഷേ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ഒരു ആരോപണം വീണ്ടും ഇ.പിയുടെ മേൽ തലപൊക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇ.പി എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇ.പി അത് പൂർണ്ണമായും നിഷേധിക്കുന്ന തരത്തിലേക്ക് എത്തുമ്പോൾ ആരാണ് ഇതിന് പുറകിലെന്നുള്ള ചോദ്യവും സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇ.പി. ജയരാജൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. നൽകിയ പരാതിയിൽ കൃത്യമായി തന്നെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല പുസ്തകത്തെ സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നുണ്ട്. DC ബുക്സിന്റെ ഭാഗത്തു നിന്നാണ് പാകപ്പിഴയെങ്കിൽ എന്തുകൊണ്ട് DC ബുക്സിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യത്തിനും ഉത്തരം നൽകേണ്ടതുണ്ട്. മാത്രമല്ല രാഷ്ട്രീയ നേട്ടമാണെങ്കിൽ ആ രാഷ്ട്രീയ നേട്ടത്തിന് പുറകിൽ കളിച്ചത് ആരാണ് എന്നുള്ള ചോദ്യത്തിനും ഉത്തരം വരേണ്ടതുണ്ട്. എന്നാൽ അതേസമയം തന്നെ വയനാട് ചേലക്കര മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. 20-ാം തീയതിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ പോരാട്ടം
പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ആ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ CPM-നെ സംബന്ധിച്ച് P. സരിൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ വലിയ പ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിന് ശുഭപ്രതീക്ഷയുള്ള മണ്ഡലം കൂടിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും EP വിവാദം കൂടി കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ മത്സരത്തിന് കൊഴുപ്പേറാനുള്ള സാധ്യതയും ഏറെയാണ്. LDF സ്ഥാനാർത്ഥിയായി P. സരിന്റെ പേര് പോലും ആത്മകഥയിൽ ഉൾപ്പെട്ടതോടെ സംഭവങ്ങൾക്കെല്ലാം തന്നെ ശക്തി ഏറുകയാണ്. സ്വാഭാവികമായും നാളെ EP ജയരാജൻ പാലക്കാട്ട് എത്തുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റിട്ടുള്ള കടകളെല്ലാം തന്നെ കഴുകിക്കളയാൻ സാധിക്കുമെന്നും ഇതിനെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ മറുപടി നൽകാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. EP ജയരാജന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കൽ കൂടിയാണ് EP ജയരാജൻ നാളെ പാലക്കാട്ട് എത്തുന്നതിന്റെ ഉദ്ദേശം.